അർജുൻ നായകനായിട്ടുള്ള ബ്ലാസ്റ്റ് എന്ന ചിത്രം കണ്ടിരുന്നു. അർജുൻ വല്ലപ്പോഴൊക്കെയല്ല അഭിനയിക്കാറുള്ളത്. പക്ഷേ അഭിനയിക്കുന്ന പടങ്ങളിലൊക്കെ അത്യാവശ്യം ആക്ഷൻ രംഗങ്ങൾ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കാറുണ്ട്. അദ്ദേഹം അത്യാവശ്യം പണി അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഞാൻ ഇങ്ങനെ കണ്ടപ്പം എങ്ങോട്ടാ പോകുന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. എനിക്ക് ഈ പടം കണ്ടപ്പം നമ്മുടെ പഴയ ബ്രൂസ്ലി പടങ്ങളൊക്കെ ഇല്ലേ, നിങ്ങൾ എൻ്റർ ദ ഡ്രാഗൺ അങ്ങനത്തെ ആ ഒരു പടങ്ങളൊക്കെ ഇല്ലേ, ആ ഒരു കാലഘട്ടത്തുണ്ടായിരുന്ന പടങ്ങളൊക്കെ, ആ കാലത്തെ പടങ്ങൾ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ശിഷ്യന്മാർ ആ ഒരു റിലേഷൻഷിപ്പിൽ പോകുന്നു. എവിടെയൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് മാസ്റ്റർ അല്ലെ ഇവരെ ബാധിക്കുന്ന ഇഷ്യൂസ് ഒക്കെ ആയിരിക്കാം. പിന്നെ ഫൈറ്റ് ചെയ്ത് എല്ലാവരെയും കീഴ്പ്പെടുന്ന ബ്രൂസ്ലിയൊക്കെ എല്ലാവരെയും കൊല്ലുവാണ്. ആ ഒരു സെയിം പാറ്റേൺ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ഒരു കരാട്ട മാസ്റ്റർ, മകളുണ്ട്, മകളും കരാട്ട അറിയാം, മകളും വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, വൈഫും വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഈ അളിയനായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. അളിയൻ കഥയെ കാണിക്കുമ്പം നമ്മുടെ മുമ്പിൽ ഒരു സാധാരണ ആ ഒരു സെറ്റപ്പ് നമ്മുടെ മുമ്പിൽ കാണിക്കും. പക്ഷെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പം ഇദ്ദേഹം ഇവർക്കൊപ്പം തന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ആളാന്നുള്ളത് അദ്ദേഹം അവിടെ പ്രൂവ് ചെയ്യും. ബോഡി ലാംഗ്വേജ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാരൻ അങ്ങയുടെ ഫൈറ്റ് കാണണം. കറക്റ്റ് പറഞ്ഞ ഒരു നിർഗുണൻ. ഈ നിർഗുണൻ ഇത്രയ്ക്കും ഫൈറ്റ് അറിയാവുന്ന ആളാണെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ്, അത് അളിയൻ നടത്തുന്ന മെഡിക്കൽ ഷോപ്പാണ്. അളിയനില്ലാത്തപ്പം അർജുനും മകളൊക്കെയാണ് അവിടെ പോയിരിക്കുന്നത്. മകള് എപ്പോഴും പ്രശ്നക്കാരിയാണ്. കാരണം മകളെ കൊച്ചിലെ മുതൽ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത് ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കണം. ആ ഒരു ട്രെയിനിങ് ആണ് അർജുൻ കൊടുത്തിരിക്കുന്നത്. അത് ആ പടത്തിന്റെ അകത്ത് ആദ്യം പോലെ കാണുന്നുണ്ട്. നമ്മളെ കൺവിൻസ് ആക്കുന്നുണ്ട് ആദ്യം മുതൽ തന്നെ. ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പേരെ അടിച്ചിടാനുള്ള കപ്പാസിറ്റി വരുന്നത്, എവിടെ നിന്നാണ് അവർക്കുള്ള വിൽ പവർ, ഇതൊക്കെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് നമ്മളെ കൺവിൻസ് ആക്കാനുള്ള എല്ലാ സാധനവും അവരവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് വില്ലൻ ക്യാരക്ടേഴ്സിന്റെ എൻട്രി. മെഡിക്കൽ ഷോപ്പിൽ വരുന്നു, മകളെ ആദ്യം ത്രട്ടൺ ചെയ്യുന്നു, മെഡിസിൻ മേടിച്ചിട്ട് പോകുന്നു, പിന്നീട് മാല വേണമെന്ന് ആവശ്യപ്പെടുന്നു ഒരു ക്രിമിനൽ. മാലയ്ക്ക് കയറി പിടിക്കുമ്പോഴാണ് നല്ല പണി തിരിച്ചും കൊടുക്കുന്നത്. അവിടെ മോല് നമുക്കങ്ങോട്ട് കത്തുവാണ്, അവൻ്റെ തിരിച്ചടിക്കണം, നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ്. അതായത് ഇവന്മാരെ തല്ലണം നമ്മുടെ മനസ്സിലൊരു ഫീൽ ഉണ്ടാക്കി തരുവാണ്. ഈ ഒരു ഫീൽ ഉണ്ടാക്കി തരാൻ ഒരു തിരക്കഥാകൃത്തിന് സാധിച്ചെങ്കിൽ അത് മതി. 15 മിനിറ്റിനും അരമണിക്കൂറിനും ഇടയ്ക്കുള്ള അവിടെ പിടിച്ചു കിട്ടിയാൽ പിന്നെ അങ്ങോട്ട് നമ്മളിരിക്കും. അതാണ് എന്നെ ഈ പടം കാണാൻ പ്രേരിപ്പിച്ച ഒറ്റ കാര്യം. അർജുന്റെ മകളുടെ ക്യാരക്ടർ ചെയ്യുന്ന പെൺകുട്ടി, പുള്ളിക്കാരത്തേക്ക് വളരെ ക്യൂട്ട് റോൾസ് ചെയ്തുകൊണ്ടിരുന്നവർ, അവരെയൊക്കെ ഇത്രയും ബോൾഡാക്കി നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക. പിന്നെ അഭിരാമി, മലയാളം പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അഭിരാമി, പുള്ളിക്കാരത്തേക്ക് ഇവിടെ പ്രസന്റ് ചെയ്യുന്ന രീതിയുണ്ട്. പണി അറിയാവുന്ന ആൾക്കാരാണ്, ഇവർ സാധാരണക്കാരല്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ കൺവിൻസ് ആക്കുക. പടം തുടങ്ങുമ്പം നമ്മുടെ കാണുന്ന പ്രേക്ഷകരെ കൺവിൻസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുവാകാം. അവർക്കറിയാം ഇത് അങ്ങനെയാണ്, അതങ്ങനെയാണ്, ഇവരെ കൊണ്ട് ഇത് പറ്റും, ഇവർക്കേ പറ്റൂ എന്നൊക്കെയുള്ള ഒരു ധാരണ അവരിൽ വരുത്തി തീർക്കുക എന്നുള്ളതാണ് തിരക്കഥാകൃത്തിന് വേണ്ടത്. ഇതിനകത്തെ ഓരോ ഫൈറ്റും നിങ്ങളത് കാണേണ്ടതാണ്. ആ ഒരു പെർഫെക്ഷൻ എനിക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചില്ല. OTT പ്ലാറ്റ്ഫോമിൽ എക്സ്പീരിയൻസ് ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ കിടക്കുന്നുണ്ട്. ആ ഒരു സ്റ്റണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി പൊട്ടണം നമ്മളിങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുക. അടുത്ത അടി, ഈ അടി കഴിഞ്ഞാൽ അടുത്ത കണക്റ്റഡ് ആ അടി, ഇങ്ങനെ അടി പൊട്ടണം നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ. അടി പൊട്ടാറാമന്തേ നമുക്കൊരു രോമാഞ്ചം കൊള്ളും. സീരിയസ്ലി, എന്താ തള്ളുകൊന്നുമില്ല. ആ അടി ഏറ്റവും കൂടുതൽ നമ്മൾ കോരിത്തെരിക്കുന്നത് അളിയന്റെ അടിക്കാത്ത. കാരണം അങ്ങനെ ഒരു സാധാരണ മനുഷ്യനായിട്ട് പ്ലേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു അടിയെന്നും ഞാൻ മാരക അടി. പിന്നെ ചിലർക്കൊക്കെ തോന്നും നമുക്ക് ദൃശ്യം പോലെ അല്ലേ എന്നൊക്കെ തോന്നും. കില്ലന്മാരെയൊക്കെ ഒന്ന് വീട്ടിൽ തന്നെ കുഴിച്ചിടുവാണ്. അപ്പൊ അല്ല, ഈ വീട്ടിൽ കുഴിച്ചിടുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മലയാളീസിന് എപ്പോഴും ദൃശ്യമാണ് മൈൻഡ് വരുന്നത്. എന്നാൽ അതൊന്നും ഇവിടെ നമ്മളെ ആസ്വാദനത്തെ ബാധിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ക്ലൈമാക്സിലോട്ടൊക്കെ എത്തുമ്പം ആ മെയിൻ വില്ലനെയൊക്കെ പോയി അടിക്കുന്ന പറയുമ്പോൾ നമ്മുടെ മൈൻഡ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പോയി അടി നമ്മുടെ മൈൻഡ് ഡിമാൻഡ് ചെയ്യും. അതാണ് ആ റൈറ്റിംഗിന്റെ സ്കില്ല്. സത്യം പറഞ്ഞാൽ ഇതൊരു പ്രഡിക്റ്റബിൾ സ്റ്റോറിയാണ്. മെഡിക്കൽ ഷോപ്പിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇനി എന്താണ് അങ്ങോട്ട് നടക്കാൻ പോകുന്നുള്ളത്. അതായത് ഒരു പടത്തിന്റെ ഒരു 45 മിനിറ്റ്സിനുള്ളിൽ ബാക്കി എന്ത് സംഭവിക്കും നമുക്കറിയാം. എന്നാലും നമ്മളെ പിടിച്ചിരുത്താൻ സാധിച്ചത് ഓരോ ആർട്ടിസ്റ്റും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആ വില്ലന്മാരായിട്ട് വന്നതിന്റെ അകത്ത് വില്ലനുണ്ട്, ഫസ്റ്റ് വില്ലന്റെ കൂടെ ഒരു കയ്യാളെടുത്തിനുണ്ട്. അവൻ ഭയങ്കര ബ്രൂട്ടലാണ്. കയ്യാളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്തിനുണ്ട്. എന്നാണെങ്കിലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിട്ടില്ല, നല്ലൊരു ചിത്രമാണ്. RDX എന്ന് പറയുന്ന പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ്. RDX ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. കാരണം RDXൽ അവരെന്താ ചെയ്ത് ആ കുട്ടിയുടെ മാല പൊട്ടിക്കുന്ന ഒരു രംഗമുണ്ട്. അവിടുന്ന് പോലും നമുക്കൊരു ഫീല് തന്നു, പോയി അടിയടാ, നമ്മുടെ മനസ്സ് ഡിമാൻഡ് ചെയ്യണം, അവന്മാരെ പിടിക്കണം, അവന്മാരെ അടിക്കണം. ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഈ പടത്തിന്റെ അണിയറ പ്രവർത്തകരും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. പണ്ട് ബ്രൂസ്ലി പടങ്ങളിലൊക്കെ ബ്രൂസ്ലി നടന്നു പോകുന്നു, പിന്നെ നമ്മുടെ കാളവണ്ടിയെ പോയി സാധാരണക്കാരന്റെ ജീവിതം, അതുപോലെ തന്നെ ഇവിടെയും സാധാരണക്കാരന്റെ ജീവിതം, അതൊക്കെയാണ് കൊണ്ടുവരുന്നത്. നമുക്ക് ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ പടത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇവരുടെ ഫോൺ ടവർ നോക്കുകയാണെങ്കിൽ അവർ ലാസ്റ്റ് എവിടെയാണ് പോയിരിക്കുന്നത്, അണ്ടർവേൾഡ് ആണെങ്കിലും പോലീസ് ബന്ധങ്ങളുണ്ട്, അതൊക്കെ വെച്ച് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റത്തില്ലേ. അവിടെ പോയി പോലീസിനെ കൊണ്ട് ഒരു സെർച്ച് നടത്തി കഴിഞ്ഞാൽ കറക്റ്റ് പേര് അറിയത്തില്ലേ. വേറെ ഒരുത്തനെ കൊന്നിട്ട് പോകുന്നുണ്ട് മെയിൻ വില്ലൻ. ഈ ഒച്ചയും വെട്ടും കുത്തൊക്കെ വിടുമ്പോൾ അവർ കാണത്തില്ലേ. പിന്നെ കഥയിൽ ചോദ്യമില്ല, നമ്മളെ ഇവര് ഇതിലോട്ട് എൻ്റർ ആക്കി. ആ ഒരു 15 to 30 മിനിറ്റിന്റെ അകത്ത് നമ്മളെ അകത്തോട്ട് കയറ്റി നമ്മളെ അങ്ങ് പൂട്ടും. പിന്നെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല, നമ്മളങ്ങ് ഇരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഹരിക്കുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.